കേരളം വീണ്ടും ഒരു മഹാദുരന്തത്തിന്റെ നിഴലിലാണ്. തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള ജനങ്ങൾ പ്രാണഭയത്തോടെ സ്വന്തം സമ്പാദ്യവും വീടുകളും ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഓടിക്കയറുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആഡംബര സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് ആഘോഷം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഭക്ഷണം കഴിച്ചതിനെ അല്ല ജനങ്ങൾ ചോദ്യം ചെയ്തത്. താങ്കളെപ്പോലെയുള്ള നേതാക്കന്മാരെ അധികാരത്തിന്റെ പറുദീസയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ജനങ്ങൾ ഇത്രയും വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ താങ്കൾ അതൊന്നും കാണാതെ എന്തുകൊണ്ടാണ് വലിയ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തത്? അതിനെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. താങ്കളെ മുഖ്യമന്ത്രിയാക്കിയ ജനങ്ങളോട് താങ്കൾക്ക് കുറച്ചെങ്കിലും ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും താങ്കൾ ഇതുപോലൊരു സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കില്ലായിരുന്നു. ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് താങ്കൾ അത് ക്യാൻസൽ ചെയ്തേനെ. അപ്പോൾ താങ്കൾക്ക് ജനങ്ങളോടുള്ള ബാധ്യതയേക്കാൾ വലുത് സൽക്കാരത്തിനോടുള്ള ബാധ്യതയാണ്. അതിനെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒരു വശത്ത് ജനങ്ങൾ കല്ലേറ്റത്തിലും പ്രളയത്തിലും മുങ്ങിത്താഴുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മലപ്പുറം പൊന്നാനിയിലെ ആഡംബര വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കേരള സമൂഹത്തെ മുഴുവനും ലജ്ജിപ്പിക്കുന്നതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി ഈ നിർണായക സമയത്ത് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ മിനിറ്റ് കൊണ്ട് ഏകോപിപ്പിക്കേണ്ട ആളാണ്. എന്നാൽ അതിനു പകരം അദ്ദേഹം സ്വന്തം തട്ടകമായ രാഷ്ട്രീയ കക്ഷികളുടെ വീട്ടിൽ ഉച്ചഭക്ഷണ വിരുന്നിന് പങ്കെടുക്കാനാണ് മുൻഗണന നൽകിയത്. ദുരിതബാധിതർക്ക് ആത്മവിശ്വാസം നൽകേണ്ട ഭരണാധികാരി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് എങ്ങനെ നീതീകരിക്കാനാവും? വയനാട്ടിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും നമ്മുടെ സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ജീവൻ പണയം വെച്ച് പോരാടുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിലെ നായകൻ പൊന്നാനി പത്തിരിയുടെയും ബിരിയാണിയുടെയും രുചി നോക്കുകയാണ്. ഇത് വെറുമൊരു വീഴ്ചയല്ല, ജനങ്ങളോടുള്ള തികഞ്ഞ അനാസ്ഥയും ക്രൂരതയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർത്തുപോകുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ത് തന്നെയായാലും 2018-ലും 2019-ലും നാട് മഹാപ്രളയത്തിൽ മുങ്ങിയപ്പോൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരി കാണിച്ച ഇച്ഛാശക്തിയും നെഞ്ചുറപ്പും നമ്മൾ കണ്ടതാണ്. തന്റെ മുന്നിലുള്ള എല്ലാ പൊതു സ്വകാര്യ പരിപാടികളും റദ്ദാക്കി തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിലിരുന്ന് നേരിട്ടാണ് അദ്ദേഹം അന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 6 മണിക്ക് മാധ്യമങ്ങളുടെ മുന്നിലെത്തി ജനങ്ങൾക്ക് ധൈര്യവും കൃത്യമായ വിവരങ്ങളും നൽകിയ ഒരു ക്ലാസ് റൂം ഭരണശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പണ്ടേ തെളിയിച്ചതായിരുന്നു. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് നാട് കാണുന്നത് ഉത്തരവാദിത്തമില്ലായ്മയുടെ യാഥാർത്ഥ്യമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞവരോട് അദ്ദേഹം ചിരിച്ചില്ലേലും സ്വന്തം ജനങ്ങളെ സംരക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി വളരെ ഭംഗിയായിട്ട് തന്നെ ചിരിക്കുന്നുണ്ട്. പക്ഷേ ചിരിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു എന്ന് മാത്രം. വളരെ കുറച്ചു മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണപരാജയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സതീശൻ മന്ത്രിസഭ. വിമർശിക്കുന്നവർക്കെതിരെ, ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കേസെടുത്ത് അകത്താക്കാനല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്കറിയുന്നത്? എന്ത് തന്നെയായാലും തെറ്റ് കണ്ടാൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അനുകൂലിക്കാൻ അറിയാമെങ്കിൽ വിമർശിക്കുകയും ചെയ്തിരിക്കും. ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനങ്ങളുടെ കണ്ണീര് കാണാൻ സമയമില്ല. വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ജനങ്ങൾ പ്രളയത്തിൽ ഒറ്റപ്പെടുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ സൽക്കാര മേശകളിലിരിക്കുന്ന ഭരണാധികാരികളോട് ജനങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേയുള്ളൂ: നിങ്ങൾക്ക് ഈ ജനങ്ങളെക്കാൾ വലുതാണോ വിരുന്ന് സൽക്കാരങ്ങൾ? ഇതിന് ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. പിണറായി, താങ്കളായിരുന്നു ശരി, താങ്കൾ മാത്രമായിരുന്നു ശരി. അത് ഞങ്ങൾ അറിയാതെ പോയി. ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിണറായി സാർ, മാപ്പ്.